പോലീസിന്റെ തല്ല് എനിക്ക് പുത്തരിയല്ല സാറേ. സാർ എത്ര തല്ലിയാലും ഞാൻ മൊഴി മാറ്റി പറയില്ല. ചന്ദ്രസേനെ നീ കൊന്നത് അമൃത പറഞ്ഞിട്ടാ. അമൃതയാണ് ഗൂഢാലോചന നടത്തി ചന്ദ്രസേനെ കൊല്ലാൻ നിനക്ക് കൊട്ടേഷൻ തന്നത്. ഇതാണ് നാളെ കോടതിയിൽ ഞാൻ കൊടുക്കുന്ന ചാർജ് ഷീറ്റ്. മനസ്സിലാടാ പറഞ്ഞേ? സാർ എന്നെ എത്ര തല്ലിച്ചതച്ചാലും കേസ് എങ്ങനെ മെനഞ്ഞാലും നാളെ കോടതിയിൽ ഞാൻ കലാവതിയുടെ പേര് വിളിച്ചു പറയും. കോടതി മുറിയിൽ എന്റെ വായടപ്പിക്കാൻ സാറെന്നല്ല ദൈവം തമ്പുരാൻ പോലും പറ്റില്ല. വിളിച്ചോണ്ട് ലോക്കപ്പിലിടവനെ. ആ CI മഹേഷ് ആണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായാലും ചേച്ചി ഫോൺ എടുത്ത് സംസാരിക്കേ. ഹലോ ഹലോ മാഡം, ഒരു പ്രശ്നമുണ്ട്. എന്തു പറ്റി? അനന്തകൃഷ്ണൻ അയാളുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്താ അയാളുടെ മൊഴി? എന്നെ കൊണ്ട് ഈ കൊലപാതകം ചെയ്യിച്ചയാൾ ബോഡി കടലിൽ തള്ളാനാണ് പറഞ്ഞത്. നിന്നെ കൊണ്ട് ചെയ്യിച്ചതോ? ആരാ ചെയ്യിച്ചത്? കൊല്ലപ്പെട്ട ചന്ദ്രസേനന്റെ രണ്ടാം ഭാര്യ കലാവതി. കാര്യങ്ങള് മൊത്തത്തില് വേറെ വഴിക്ക് നീങ്ങുകയാണല്ലോ. അമൃതയെ കേസിൽ പ്രതിയാക്കി പ്രതിരോധത്തിലാക്കി ഒടുവില് മഹേന്ദ്രനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ അനന്തകൃഷ്ണൻ ഇങ്ങനൊരു നിലപാടെടുത്തോടെ എല്ലാം കയ്യിൽ നിന്ന് പോയി മാഡം. ഒന്നും പോയിട്ടില്ല. കുറ്റം അനന്തകൃഷ്ണന്റെ അമൃതയുടെ മേൽ ചാർജ് ചെയ്യണം. ഒരിക്കലും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ വേണം ചാർജ് ചെയ്യാൻ. 2 ആഴ്ചയെങ്കിലും അവളും അനന്തകൃഷ്ണനും അകത്ത് കിടക്കണം. എന്റെ അമൃതയെ ജയിലിലിടാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യുന്നതിന് കുഴപ്പമില്ല മാഡം. പക്ഷെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനന്തകൃഷ്ണൻ അവിടെ വെട്ടിത്തുറന്ന് പറഞ്ഞ അത് പ്രശ്നവും. താനും മഹേന്ദ്രനും കൂടി ചേർന്നാണ് ചന്ദ്രസേനെ കൊന്നതെന്ന് അനന്തകൃഷ്ണൻ മജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞ ഉറപ്പായും കോടതി മഹേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടും. പിന്നെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതിന് അനന്തകൃഷ്ണൻ കോടതിയിൽ എത്താതിരുന്നാ പോരെ? അതങ്ങനെ സാധിക്കും? എടോ, ബുദ്ധി പ്രയോഗിക്കണം. കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അനന്തകൃഷ്ണൻ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോലീസ് അയാളെ പിന്തുടർന്ന് പിടിക്കാൻ ശ്രമിച്ചു. അതിനിടയിലുണ്ടായ ഒരു വാഹന അപകടത്തിൽ അനന്തകൃഷ്ണൻ കൊല്ലപ്പെടുന്നു. കൂട്ടുപ്രതിയായ അമൃത മാത്രം കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. എങ്ങനെയുണ്ട് തിരക്കഥ? തിരക്കഥയൊക്കെ കൊള്ളാം. പക്ഷേ ഇത് നടപ്പിലാക്കണമെങ്കിൽ അമൃത ആദ്യം കുറ്റം സമ്മതിക്കണം. അവളെ കൊണ്ട് അതിനെ സമ്മതിപ്പിച്ചിട്ട് ഞാൻ മാഡത്തിനെ വിളിക്കാം. ചേച്ചി എന്ത് പണിയായി കാണിച്ചത്? എന്റെ അമൃത അങ്ങനെ ജയിലിൽ അടയ്ക്കാൻ പറ്റില്ല. അവൾക്കതൊന്നും താങ്ങാനുള്ള ഒരു കഴിവുമില്ല. മിണ്ടിപ്പോവരുത്. അനന്തകൃഷ്ണൻ പോലീസിൽ മൊഴി കൊടുത്തിരിക്കുന്നതേ അയാള് നീയും ചേർന്ന് ചന്ദ്രസേനനെ കൊന്നു എന്നാ. ആ മൊഴി അതുപോലെ അയാൾ കോടതിയിൽ പറഞ്ഞ ആദ്യം അകത്ത് പോകുന്നത് നീ ആയിരിക്കും. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ മാത്രമല്ല, അമൃതയും അനന്തകൃഷ്ണനെ ഒന്നും കുറ്റം ചെയ്തിട്ടില്ല. പക്ഷേ ചന്ദ്രസേനന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ അവരെ പ്രതിയാക്കുക. എന്തിന്? അമൃതയെ സമ്മർദ്ദത്തിലാക്കി നിന്നെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാൻ. അങ്ങനെ അമൃതയുടെ പേരിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ നിന്റെ പേരിലാക്കാൻ. ഇനിയുള്ള ശിഷ്ടകാലം എനിക്കും നിനക്കും സുഖമായിട്ട് ജീവിക്കാൻ. ഇതിനൊക്കെ വേണ്ടി അമൃത ഒരാഴ്ച ജയിലിൽ കിടക്കേണ്ടി വരും. എന്നാലും അമൃതേ
ഓരെന്നാലും ഇല്ല. നിനക്കവളെ താലി കെട്ടണമെങ്കിൽ അവള് കേസിൽ പ്രതിയായിരിക്കണം. ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം. എങ്കിലേ നമ്മുടെ പ്ലാനുകൾ നടക്കൂ. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.